എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. വരാൻ പോകുന്ന LDC പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചോദ്യ പേപ്പറിലെ 33ാമത്തെ ചോദ്യം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 34ാമത്തെ ചോദ്യമാണ്. 34ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ആരോഗ്യ കിരണം എന്നതാണ് 34ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവരും ആരോഗ്യ കിരണം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. രണ്ടാമത്തെ പോയിന്റ് പരിചയപ്പെട്ടത് APL BPL വ്യത്യാസമില്ലാതെ എല്ലാവരും ആരോഗ്യ കിരണം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു പദ്ധതിയിലൂടെ മരുന്നുകള്, പരിശോധനകള്, ചികിത്സകൾ എന്നിവ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു എന്ന കാര്യം ഓർക്കുക. എവിടെ നിന്നാണ്? എല്ലാ സർക്കാർ ആശുപത്രിയിൽ നിന്നും സൗജന്യമായിട്ട് മരുന്നുകൾ, പരിശോധനകൾ, ചികിത്സകൾ എന്നിവ ലഭിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കണം. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് പദ്ധതി നിർവഹണത്തിനുള്ള തുക വകയിരുത്തുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത മരുന്നുകൾ ആശുപത്രിയുമായി എംപാനൽ ചെയ്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും തികച്ചും സൗജന്യമായി ലഭിക്കും എന്നൊരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു ഈ പദ്ധതിയിലൂടെ മരുന്നുകൾ, പരിശോധനകൾ, ചികിത്സകൾ എന്നിവ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു. ഇനി ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത മരുന്നുകൾ ആശുപത്രിയുമായി എംപാനൽ ചെയ്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും തികച്ചും സൗജന്യമായി ലഭിക്കും എന്ന പോയിന്റും കൂടി ഓർത്തിരിക്കുക. മറ്റൊരു പോയിന്റ് ഇവിടെ പറയുന്നത് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം പദ്ധതി പ്രകാരം ചികിത്സാ സഹായം ലഭിക്കുന്ന 30 രോഗങ്ങൾക്ക് പുറമേയുള്ള എല്ലാ രോഗങ്ങൾക്കും ആരോഗ്യ കിരണം പദ്ധതിയിലൂടെ ചികിത്സാ സഹായം ലഭിക്കും എന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞത് ആരോഗ്യ കിരണം പദ്ധതിയാണ്. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. APL എന്നോ BPL എന്നോ വ്യത്യാസമില്ല. അതേപോലെ ഈ പദ്ധതിയുടെ മരുന്നുകൾ, പരിശോധനകൾ, ചികിത്സകൾ എന്നിവ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു. ഇനി ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത മരുന്നുകൾ ആശുപത്രിയുമായി എംപാനൽ ചെയ്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് പദ്ധതി നിർവഹണത്തിനുള്ള തുക വകയിരുത്തുന്നത്. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം പദ്ധതി പ്രകാരം ചികിത്സാ സഹായം ലഭിക്കുന്ന 30 രോഗങ്ങൾക്ക് പുറമേയുള്ള എല്ലാ രോഗങ്ങൾക്കും ആരോഗ്യ കിരണം പദ്ധതിയിലൂടെ ചികിത്സാ സഹായം ലഭിക്കും എന്നതാണ് ഇവിടെ നൽകിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. ഇതും PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. സർക്കാർ ആശുപത്രികൾ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ പഠിച്ചു വെക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളെ ജനസൗഹാർദ്ദപരമാക്കാനുള്ള ഒരു പദ്ധതി. അപ്പൊ അവിടെ നോക്ക്, ജനസൗഹാർദ്ദം എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ ആർദ്രം കടന്നു വന്നില്ലേ? ജനസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ അവിടെ ആർദ്രം കടന്നു വന്നില്ലേ? ആ ഒരു രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ആർദ്രം എന്ന് കേൾക്കുമ്പോൾ സർക്കാർ ആശുപത്രികളെ ജനസൗഹാർദ്ദപരമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ആർദ്രം എന്ന് പറയുന്ന പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ഇവിടെ നൽകിയിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് സമഗ്ര എന്ന് പറയുന്ന പദ്ധതിയാണ്. സമഗ്ര എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന പദ്ധതി കേരള നോളജ് എക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിന് നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള നോളജ് എക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിന് നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് ഈ പറയുന്ന സമഗ്ര എന്ന് പറയുന്നത്. വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ ഭിന്നശേഷി സമൂഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം.
കേരള നോളജ് എക്കണോമി മിഷൻ സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്നുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് സമഗ്ര. പദ്ധതി ഫീൽഡ് തലത്തിൽ നടപ്പിലാക്കുന്നത് കുടുംബശ്രീ മിഷനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ സമഗ്ര എന്ന് പറയുന്ന പദ്ധതി കേരള നോളജ് എക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിന് നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ്. കേരള നോളജ് എക്കണോമി മിഷനും സാമൂഹ്യ നീതി വകുപ്പും ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഫീൽഡ് തലത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സഹായിക്കുന്നത് കുടുംബശ്രീ മിഷനാണ്. വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ ഭിന്നശേഷി സമൂഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതാണ് സമഗ്ര എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന കാര്യം ഓർക്കുക. എത്രയോ തവണ PSC റിപ്പീറ്റായി ചോദിച്ചതാണ് മൃതസഞ്ജീവനി എന്ന പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയിൽ അവയവം മാറ്റിവെച്ചവർക്ക് സഹായ ധനം നൽകുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. BPL വിഭാഗത്തിലുള്ളവർക്കാണ് സഹായ ധനം നൽകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ് മൃതസഞ്ജീവനി എന്ന പദ്ധതി? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയിൽ അവയവം മാറ്റിവെച്ചവർക്ക് സഹായ ധനം നൽകുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. ഇത് BPL വിഭാഗത്തിലുള്ളവർക്കാണ് ഈ സഹായ ധനം നൽകുന്നത് എന്ന കാര്യം ഓർക്കുക. അതേപോലെ സ്ഥിരമായിട്ട് ഡയാലിസിസ് ആവശ്യമുള്ളവര്, വൃക്ക, കരൾ മാറ്റ ശസ്ത്രക്രിയകൾക്ക് വിധേയമായവർ എന്നിവർക്കാണ് സഹായം നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. സംസ്ഥാനത്തെ അവയവ ദാനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ രൂപീകരിച്ച സൊസൈറ്റിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ചുരുക്കനാമത്തിൽ KSOTTO എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. ഒരിക്കൽ കൂടി പറയാം, KSOTTO. ഇത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അതായത് സംസ്ഥാനത്തെ അവയവദാനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ രൂപീകരിച്ച സൊസൈറ്റിയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഏതും വരും, ഈ പറയുന്ന മൃതസഞ്ജീവനിയും വരും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന 4 പദ്ധതികളും, ഒപ്പം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ പദ്ധതികൾ പഠിച്ചിരുന്നു. അതായത് ചോദ്യമായി വന്നപ്പോൾ അതിൻ്റെ ഓപ്ഷനിലുള്ള പദ്ധതികളും പഠിച്ചിരുന്നു. അതൊക്കെ എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ B ആണ് ഉത്തരമായിട്ട് വരുന്നത്, 34ാമത്തെ ചോദ്യത്തിൻ്റേത്. പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇടുക്കി, പത്തനംതിട്ട എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചോദിച്ചാലും പെരിയാർ ആണെന്ന കാര്യം നമുക്കറിയാം. ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഒന്നേ ഉള്ളൂ, പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് ഒന്നേ ഉള്ളൂ, നമ്മുടെ ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ കടുവാ സങ്കേതമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ എത്രാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണെന്ന് ചോദിച്ചാൽ 10ാമത്തെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. എത്രാമത്തെയാണ്? 10ാമത്തേതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഇത്. ലോകബാങ്ക് ബങ്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം. ലോകബാങ്ക് ബങ്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാലും പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 774 ചതുരശ്ര കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ രേഖ പ്രകാരമാണ് ഞാൻ ഈ പറയുന്ന 777 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റ് രേഖകളിൽ 777 ചതുരശ്ര കിലോമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്നത് കുറച്ചും കൂടി 925 ചതുരശ്ര കിലോമീറ്റർ എന്നാണ്.
ഇത് എവിടെയാണ് നൽകിയിരിക്കുന്നതെന്ന് വെച്ചാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രേഖകളിലാണ്. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ഇതിൽ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റ് രേഖകൾ പ്രകാരം 774, മറ്റത് 925 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രേഖകൾ പ്രകാരം. അപ്പൊ ഇത് രണ്ടും ഓപ്ഷനിൽ വരില്ല. ചിലപ്പോൾ 925 പകരം 777 കണ്ടാൽ അതായിരിക്കും ഉത്തരം. കാരണം നമ്മൾ 925 ആണ് പഠിക്കുന്നത് കൂടുതലും, പക്ഷേ 777 ഓർത്തിരിക്കണം. ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിന് പഴയ ഒരു പേരുണ്ട്. 1934 ഇത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ് വരുന്നത്. എന്താണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ് വരുന്നത്. 1934 വർഷം ഓർത്തിരിക്കുക. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ അന്ന് നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവായിട്ടുണ്ടായിരുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് പെരിയാർ വന്യജീവി സങ്കേതം നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന തുടക്കത്തിൽ 1934 ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണെന്ന കാര്യം ഓർത്തിരിക്കുക. പെരിയാർ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഈ ഒരു ചോദ്യത്തിൽ ഇടുക്കി, പത്തനംതിട്ട എന്നാണ് നൽകിയതെങ്കിൽ ഇതിൽ കോട്ടയവും ഉൾപ്പെടും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഒരുപക്ഷെ നാളത്തെ പരീക്ഷയിൽ ചിലപ്പോൾ പത്തനംതിട്ട കോട്ടയം തരാം, അല്ലെ ഇടുക്കി കോട്ടയം തരാം, ചിലപ്പോൾ ഇത് മൂന്നും തരാമെന്ന കാര്യം ഓർക്കുക. പെരിയാർ വന്യജീവി സങ്കേതം ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചാൽ അത് പീരുമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആരാധനാലയമുണ്ട്. ഇതിന്റെ പേര് മംഗളാദേവി ക്ഷേത്രം എന്നാണ്. മംഗളാദേവി ക്ഷേത്രം എന്നാണ്. 2018 രാജ്യത്തെ 50 കടുവാ സങ്കേതങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തെരഞ്ഞെടുത്തത് ഈ പറയുന്ന പെരിയാർ ടൈഗർ റിസർവിനെയും പിന്നെ നമ്മുടെ മധ്യപ്രദേശിലുള്ള പെഞ്ച് ടൈഗർ റിസർവിനെയുമാണ്. എന്താണ്? പെഞ്ച് ടൈഗർ റിസർവിനെയുമാണ്. പെരിയാറിനെ ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത് 1950 വർഷത്തിലാണ്. അതിനെ പിന്നീട് ഒരു ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത് 1978 അതിനെ പിന്നീട് പെരിയാർ വന്യജീവി സങ്കേതത്തെ ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1982 പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന് കീഴിലായ വർഷം ചോദിച്ചാൽ, അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് പെരിയാറുമായി ബന്ധപ്പെട്ട വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളാണ്. ഒരിക്കൽ കൂടി പറയാം. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1950 കാര്യം ഓർത്തിരിക്കുക. 1950 1934 ഓർത്തിരിക്കണം. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി ആയിട്ട് വന്നു. പിന്നെ 1950 ഒരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1978 ഇതിനെ ഒരു ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ 1982 വരുമ്പോൾ ഈ ഒരു പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. 1992 പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന് കീഴിലായി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അത് നടന്ന വർഷം 1992. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട 1950 ഇതിനെ ഒരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. പിന്നെ 1978 ഇതിനെ ഒരു ടൈഗർ റിസർവ് ആക്കി. 1982 ഇതിനെ ഒരു ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. 92 പ്രൊജക്ട് എലിഫന്റ് വന്നപ്പോൾ അതിന്റെ കീഴിലാക്കി എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പൊ ഇവിടെ ഓർക്കുക, 1950 പെരിയാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1978 മറക്കരുത്. 1950 78 പിന്നെ 82 അതിനുശേഷം 92. 1950 78 82 92. 50 എന്താണ്? വന്യജീവി സങ്കേതം. പിന്നെ 78 ടൈഗർ റിസർവ്. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ദേശീയോദ്യാനമായത് എപ്പോഴാണ്? അത് നമ്മുടെ 82 അതിനുശേഷം പിന്നീട് 92 പ്രൊജക്ട് എലിഫന്റ് നടപ്പിലാക്കിയപ്പോൾ അതിന്റെ കീഴിലേക്ക് വന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇടുക്കി, പത്തനംതിട്ട, അതിനോടൊപ്പം കോട്ടയം ഉൾപ്പെടുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നിശാന്ത തന്നിരിക്കുന്നു. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റൊഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. സിറോസ്താൽമിയ അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു എന്ന് കൊടുത്തിരിക്കുന്നു. ഗ്ലോക്കോമ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. അതായത്
ഓപ്ഷൻ സി, അതായത് ഇവിടെ ഒന്ന് മാത്രം ശരി എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന ഉത്തരം. അതായത് നിശാന്തത എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റൊഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നത്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും അതിന്റെ ഫലമായിട്ട് റൊഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്, വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഏത്, നിശാന്തത എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗം നിശാന്തത എന്നാണ് അറിയപ്പെടുന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ തന്നിരിക്കുന്ന സിറോഫ്താൽമിയാണ്. സിറോഫ്താൽമിയ നിലവിൽ ഇവിടെ തന്നിരിക്കുന്ന തെറ്റെന്നാണ് പറയുന്നത്. അത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അതായത് ഈ സംഭവമാണ് ഇവിടെ വരേണ്ടിയിരുന്നത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. സീറോ എന്ന് ഓർത്ത് വെച്ചാൽ മതി, അവിടെ വെള്ളമൊന്നുമില്ല. കോർണിയ എന്താണ്, വരണ്ട് അധാര്യമായി പോയി. ഇനി ഇവിടെ ഗ്ലോക്കോമ എന്ന് കൊടുത്തിട്ടുണ്ട്. ഗ്ലോക്കോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രാവകമാണ് ഏതെന്ന് പറയുന്നത്, ഈ കാണുന്ന അക്വസ് ദ്രവം എന്ന് പറയുന്നത്. ഈ അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ എന്ത് സംഭവിക്കും, മർദ്ദം കൂടും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, മർദ്ദം കൂടും. റെറ്റിനയ്ക്കും പ്രകാശാകിരണ കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന രോഗമാണ് ഈ പറയുന്ന ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇത് ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥയൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അതായത് ഈ ഗ്ലോക്കോമയ്ക്ക് നേരെ വരേണ്ടതാണ് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഒന്ന് നിശാന്തതയാണ്, പഠിച്ചു വെക്കുക. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റൊഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. അതായത് നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച നൽകുന്നതാണ് ഈ റൊഡോപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഈ പറയുന്ന മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റില്ല. സിറോഫ്താൽമിയ ഈ സംഭവമാണ് ഓർത്തിരിക്കേണ്ടത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണം കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു. അപ്പോൾ ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട്, ഓഫ്, അതായത് വെള്ളമൊന്നുമില്ല, ഓഫ്, എന്താണ്, കോർണിയ അധാര്യമായിട്ട് പോകുന്നു. അപ്പോൾ അവിടെ ഈ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ വിറ്റാമിൻ ഏതാണ്, വിറ്റാമിൻ എ ആണ് എന്ന് നമുക്കറിയാം. അതേസമയത്ത് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ണിലെ കലകൾക്കൊക്കെ പോഷണം നൽകുന്ന ദ്രവമാണ് കണ്ണിലുള്ള അക്വസ് അറയിൽ കാണപ്പെടുന്ന അക്വസ് ദ്രവം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ നമുക്കറിയാം അത് ബ്ലഡിൽ നിന്ന് വന്ന് വീണ്ടും അതിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ എന്ത് സംഭവിക്കും, ഇത് ഇങ്ങനെ കൂടി മർദ്ദം കൂടും. അങ്ങനെ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന രോഗമാണ് ഈ പറയുന്ന ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇത് പക്ഷേ ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കണം. ഇതുപോലെ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അവിടെ നമ്മളിവിടെ പറഞ്ഞില്ലേ, ഈ നിശാന്തത എന്ന് പറയുമ്പോൾ അത് റൊഡോപ്സിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയത്ത് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പും പച്ചയും, നമ്മൾ RGB എന്ന് പറയില്ലേ, അതായത് പ്രാഥമിക വർണ്ണങ്ങൾ റെഡ്, ഗ്രീന്, ബ്ലൂ, അതിൽ ഈ 2 എണ്ണം, അതായത് ചുവപ്പും പച്ചയും, റെഡും ഗ്രീനും. അപ്പോൾ നിശാന്തത വന്ന ഒരാൾക്ക് ഏത് നിറങ്ങളാണ് തിരിച്ചറിയാൻ പറ്റാത്തത്, റെഡും ഗ്രീനും അല്ലെങ്കിൽ ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഈ രോഗാവസ്ഥയാണ് എന്ത്, കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്ധത എന്ന് പറയുന്നു. നമ്മൾ പഠിക്കാറുണ്ട്, ജോൺ ഡാൾട്ടന് ഈ ഒരു അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത് ഈ രോഗമാണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് തിമിരം എന്ന് പറയുന്നത്. എന്താണ് തിമിരം എന്ന് പറയുന്നത്, തിമിരം, കാട്രാക്ട് എന്ന് പറയും. അതായത് കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇത്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഇതിന് പരിഹാരമുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് ചെങ്കണ്ണാണ്. ചെങ്കണ്ണ്, അതിനെ തന്നെ ചിലപ്പോൾ PSC പരീക്ഷയിൽ കൺജക്റ്റൈവൈറ്റീസ് എന്നും നൽകാറുണ്ട്, അതിൻ്റെ മലയാളം നൽകാറുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, കൺജക്റ്റൈവൈറ്റീസ്. അപ്പോൾ ഇതെന്താണ്, ചെങ്കണ്ണാണ്. അതായത് നമ്മുടെ കണ്ണിലെ കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് ഇത്. ബാക്ടീരിയ അതുപോലെ വൈറസ് തുടങ്ങിയവാണ് ഇതിൻ്റെ രോഗകാരി. ബാക്ടീരിയ മൂലവും വൈറസ് മൂലവും വരാം.
ഇനി സ്പർശനത്തിലൂടെ മറ്റുമാണ് ഇത് എന്ത് ചെയ്യുന്നത്, പകരുന്നത്. ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രോഗത്തെ തടയാം. അപ്പോൾ കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ, അതാണ് ചെങ്കണ്ണ്. അതിനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. അപ്പോൾ അതും പഠിച്ചോ. അതിൻ്റെ മലയാളം ചിലപ്പോൾ ഇതിനെ മംഗ്ലീഷിലാക്കിയിട്ട് നമ്മുടെ ഈ പറയുന്ന ചോദ്യപേപ്പറിൽ തരാം. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രോഗങ്ങൾ പഠിക്കുക. നിശാന്തത, സിറോഫ്താൽമിയ, വർണ്ണാന്തത, ഗ്ലോക്കോമ, തിമിരം, ചെങ്കണ്ണ് എന്നിവ എന്താണ്, കണ്ണിനെ ബാധിക്കുന്ന രോഗമാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാരണം ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞത് SCRT ഒരു കോളത്തിൽ കൊടുത്ത കാര്യമാണ് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ചോദിക്കുമെന്ന് പറയാൻ കാരണം. PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മനുഷ്യ ശരീരത്തിലെ ഹിമോഗ്ലോബിനിൽ കാണുന്ന ലോകം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയായിരിക്കും. ഇരുമ്പ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. എന്താണ്? ഇരുമ്പ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് എന്താണ്, മനുഷ്യ ശരീരത്തിലെ ഹിമോഗ്ലോബിനിൽ കാണുന്ന ലോകം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇരുമ്പാണെന്ന കാര്യം ഓർത്തിരിക്കും. ഇനി ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഹിമോഗ്ലോബിൻ്റെ അളവ് ചോദിക്കുകയാണെങ്കിൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം എന്നാണ് പറയുന്നത്. 100 മില്ലി ലിറ്റർ രക്തം എടുത്ത് പരിശോധിച്ചാൽ 12 മുതൽ 16 ഗ്രാം വരെ എന്താണ് ഹിമോഗ്ലോബിൻ കാണും ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ. ഈ പറയുന്ന 100 മില്ലി ലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം വരെ ഹിമോഗ്ലോബിൻ്റെ അളവ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഓക്സിജനൊക്കെ നമ്മൾ ഈ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ചോദിച്ചാലും ഏത് തന്നെയാണ്, ഈ പറയുന്ന ഹിമോഗ്ലോബിനാണ്. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഹിമോഗ്ലോബിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹിമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇരുമ്പാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. അതേപോലെ തന്നെ രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അനീമിയ എന്ന് പറയുന്നത്. എന്താണ് അനീമിയ എന്ന് പറയുന്നത്? അപ്പൊ രക്തത്തിൽ ഈ പറയുന്ന ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോകം ചോദിച്ചാൽ അത് കാൽസ്യം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? കാൽസ്യം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഹിമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോകം ചോദിച്ചാൽ ഇരുമ്പ്, അതേ സമയത്ത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോകം ചോദിച്ചാൽ അത് കാൽസ്യം ആണെന്ന കാര്യം ഓർക്കുക. ഇതേപോലെ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതുക്കളാണ് ഈ പറയുന്ന കാൽസ്യവും അതിൻ്റെ കൂടെ ഒരു ഫോസ്ഫറസും കൂടെ കൂടും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു ലവണങ്ങളാണ് കാൽസ്യവും ഫോസ്ഫറസും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോകം കാൽസ്യമാണ്. ഹിമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോകം ഇരുമ്പാണ്. രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ഒരു 100 മില്ലി ലിറ്റർ രക്തത്തിൽ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 12 മുതൽ 16 ഗ്രാം വരെ ഹിമോഗ്ലോബിന്റെ അളവ് പറയുന്നുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്സിജൻ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ചോദിച്ചാലും ഈ പറയുന്ന ഹിമോഗ്ലോബിൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത് 37ാമത്തെ ചോദ്യം. 37ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി, ഇരുമ്പ് എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത രോഗകാരികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ രോഗകാരി എലിപ്പനിക്ക് കാരണമായത് ഏതാണ്? ബാക്ടീരിയയിൽ ഏതാണ്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണമായ ഈ പറയുന്ന സൂക്ഷ്മജീവി എന്ന കാര്യം ഓർത്തിരിക്കണം. എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറേജിക്ക എന്ന ആ ഒരു ഇതിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് എന്താണ്? ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറാജിക്ക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഒരിക്കൽ കൂടി പറയാം. ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറാജിക്ക എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. അപ്പോൾ ഇവിടെ നമ്മൾ ലെപ്റ്റോസ്പൈറ എന്നെങ്കിലും ഓർത്തിരിക്കുക. ലെപ്റ്റോസ്പൈറ എന്നെങ്കിലും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി കുറച്ച് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന രോഗം, അതേപോലെ തന്നെ അതിൻ്റെ രോഗകാരികളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. കാരണം പരീക്ഷയ്ക്ക് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഈ രോഗകാരി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ ബയോളജിയുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? അപ്പോൾ ഇവിടെ 2024 കുറേ ദിനങ്ങൾ പഠിക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫെബ്രുവരി 2 നമ്മൾ പഠിച്ചു തണ്ണീർത്തട ദിനം.
ആ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമായിരുന്നു ചോദിച്ചത്. അപ്പൊ അത് 2024 ചോദിച്ചത്. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നാണ് 2024 ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. അപ്പൊ ഇവിടെ 2024 നടന്ന ഈ പരീക്ഷയ്ക്ക് 2024 ചോദ്യങ്ങളാണ് ഈ ദിനങ്ങൾ പ്രമേയം എന്ന രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ, അടുത്തത് ലോകാരോഗ്യ ദിനമാണ്. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 39ാമത്തെ ചോദ്യം, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ഈ പറയുന്ന ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ശാരീരികവും ഒരു വ്യക്തിയുടെ മാനസികവും ഒരു വ്യക്തിയുടെ സാമൂഹികവും സമ്പൂർണ്ണ സുസ്ഥിതിയുമാണ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഒരു ആരോഗ്യം എന്നതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം: വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് എന്തെന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ ലോകാരോഗ്യ ദിനമുണ്ട്. ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 2024 എന്താണ് ഈ പറയുന്ന എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ്. എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറെ നേരമായി പറയുന്നു ലോകാരോഗ്യ ദിനം. അപ്പൊ എന്നാണ് ആ ദിനം എന്ന് ഇതുവരെ പറഞ്ഞില്ല. ആ ദിനമാണ് നമ്മുടെ ഏപ്രിൽ മാസം 7-ാം തീയതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ആ ഒരു ദിനം എന്ന കാര്യം ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന എന്ന് നമുക്കറിയാം. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹികവുമായ നല്ല അവസ്ഥയാണ് ആരോഗ്യം എന്ന് നിർവചനം നൽകിയത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. SCRT പോയിന്റ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ഓർത്തു വെച്ചേക്കുക, ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹികവുമായ നല്ല അവസ്ഥയാണ് ആരോഗ്യം. എന്താണ്? ശാരീരികം, മാനസികം, ആത്മീയം, സാമ്പത്തികം, സാമൂഹികവുമായിട്ടുള്ള നല്ല അവസ്ഥ. ഈ എല്ലാ മേഖലയിലും നല്ല അവസ്ഥയുണ്ടെങ്കിൽ അവൻ നല്ല ആരോഗ്യവാനാണെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. 1948 ഏപ്രിൽ 7-ാം തീയതി 1948 ഏപ്രിൽ 7-ാം തീയതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. അപ്പൊ ഇനി ഞാൻ പറയണ്ടല്ലോ എന്തുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകരിച്ചത് 1948 ഏപ്രിൽ 7-നാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ലോകാരോഗ്യ ദിനമായിട്ട് ഏപ്രിൽ 7 തെരഞ്ഞെടുത്തതെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏപ്രിൽ 7-നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. 2024 മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ് ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ 2023 ഹെൽത്ത് ഫോർ ഓൾ എന്നതാണ് പ്രമേയം. 2023 ഈ പറയുന്ന ഏപ്രിൽ 7-ാം തീയതി ലോകാരോഗ്യ ദിനമായി ആചരിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഹെൽത്ത് ഫോർ ഓൾ എന്നാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ആരോഗ്യം എന്നാണ്. ഇനി 2022 ചോദിക്കുകയാണെങ്കിൽ അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നാണ്. ഞാൻ ഈ മൂന്നും പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ ചേരുംപടി ചേർക്കുക എന്ന് ചോദിക്കാം. അവിടെ 2024, 23, 22 ഒരുമിച്ച് തന്നിട്ട് ഈ പ്രമേയം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിലായിട്ട് നൽകാം. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കണം, 2024 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചോദിച്ചു കഴിഞ്ഞു, വീണ്ടും ചോദിക്കും. അതുകൊണ്ട് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഓർക്കണം, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ്. അതേപോലെ 2023 ചോദിച്ചാൽ എല്ലാവർക്കും ആരോഗ്യമാണ്, ഹെൽത്ത് ഫോർ ഓൾ എന്നാണ്. 2022 ചോദിച്ചാൽ അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നാണ്. അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നാണെന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് പ്രമേയങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കേരള PSC പരീക്ഷയ്ക്ക് ഈ പറയുന്ന പ്രമേയങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് എത്രയോ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഡേറ്റുകൾ കൂടി പഠിച്ചുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. 100% ഞാൻ ഉറപ്പ് തരുന്നു, ഇതിലൊന്ന് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന LDCയിൽ ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റിലായിട്ട് ചോദിക്കും. ചിലപ്പോൾ എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ഒരു നോട്ടിൽ എഴുതി വെച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചോ, അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഇനി പറയാൻ പോകുന്ന കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നമ്മൾ പറയാൻ പോകുന്ന ഓരോ തീയതികളും അതിൻ്റെ പ്രമേയങ്ങളും മറക്കാതെ പഠിച്ചു വെച്ചേക്കുക, ഗുണം ചെയ്യും. ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റും അതിൻ്റെ പ്രമേയവും നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്.
അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് 2024 പരീക്ഷയ്ക്ക് ചോദിച്ച നമ്മൾ ഇന്നലെ പഠിച്ചപ്പെട്ട ഒരു തീയതിയാണ് ഫെബ്രുവരി 2-ാം തീയതി. ഫെബ്രുവരി 2-ാം തീയതി ലോക തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 2-ാം തീയതിയുടെ പ്രത്യേകത എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ലോക തണ്ണീർത്തട ദിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് 2024 പ്രമേയം എന്ന് പറയുന്നത്. ഞാനിവിടെ 2024 മാത്രമേ പറയുള്ളൂ. 2023-ഉം 22-ഉം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ 2024 ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് 2024 പഠിക്കുന്നത്. അപ്പോൾ 2024 ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 എല്ലാ വർഷവും അപ്പം തന്നെയാണ്. അപ്പോൾ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് ഇതിന്റെ തീം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ തീം എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ്. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് ഇതിന്റെ തീം. അപ്പോൾ ഓർത്തിരിക്കുക, ഫെബ്രുവരി 2-ാം തീയതി ലോക തണ്ണീർത്തട ദിനം, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതായിരുന്നു. 2024 ഫെബ്രുവരി 2-ാം തീയതി ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചപ്പോൾ തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നതാണ്, അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഇനി PSC പരീക്ഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു തീയതി എന്ന് പറയുന്നത് മാർച്ച് 8-ാം തീയതിയാണ്. ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം മാർച്ച് 8 എന്താണ്? അന്താരാഷ്ട്ര വനിതാ ദിനം. എന്താണ്? അന്താരാഷ്ട്ര വനിതാ ദിനം. പ്രത്യേകം ശ്രദ്ധിക്കുക, അന്താരാഷ്ട്ര വനിതാ ദിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2024 തീം എന്ന് പറയുന്നത് സ്ത്രീപക്ഷ നിക്ഷേപം, അതിവേഗ പുരോഗതി, ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് 2024 തീം എന്ന കാര്യം ഓർക്കുക. ഇത് ഇംഗ്ലീഷും പറയുന്നുണ്ട്, കാരണം ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ ഇംഗ്ലീഷും തന്ന ചരിത്രമുണ്ട് LDCക്ക്. അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞു പോകുന്നത്. ഇൻവെസ്റ്റ് ഇൻ ഹ്യൂമൻ, അതാണ് എന്ത്? നമ്മുടെ സ്ത്രീപക്ഷ നിക്ഷേപം എന്ന് പറയുന്നത്. അതേപോലെ ആക്സിലറേറ്റ് പ്രോഗ്രസ്, അതായത് അതിവേഗ പുരോഗതി. അപ്പൊ മലയാളം എന്താണ്? സ്ത്രീപക്ഷ നിക്ഷേപം, അതിവേഗ പുരോഗതി. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് 2024 മാർച്ച് 8-ാം തീയതിയിലെ വനിതാ ദിനത്തിന്റെ തീം എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? ഒരിക്കൽ കൂടി പറയാം. സ്ത്രീപക്ഷ നിക്ഷേപം, അതിവേഗ പുരോഗതി. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് 2024 മാർച്ച് 8-ന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി 2024 മാർച്ച് മാസം 15-ാം തീയതി മറ്റൊരു PSCക്ക് ഇഷ്ടപ്പെട്ട തീയതിയും ഒപ്പം നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കുമാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ്. എന്താണ്? ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം 2024 മാർച്ച് 15-ാം തീയതി ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിച്ചപ്പോൾ ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായി AI എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ് എന്നതാണ് 2024 തീം എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരിക്കൽ കൂടി പറയാം. ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI. അപ്പോൾ AI എന്നെങ്കിലും ഓർത്തു വെച്ചാൽ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് കർപ്പിക്കാൻ പറ്റും. ഇനി തൊട്ടു മുമ്പ് മാർച്ച് 8 സ്ത്രീപക്ഷ നിക്ഷേപം, അതിവേഗ പുരോഗതി. ഇനി 2024 ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ ആണ്, അല്ലെങ്കിൽ ലോക തണ്ണീർത്തട ദിനമാണ്. അതാണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. ഇനി PSC പരീക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു തീയതിയാണ് നമ്മുടെ മാർച്ച് മാസം 22-ാം തീയതി. അതുപോലെ തന്നെ മാർച്ച് മാസം 23-ാം തീയതി. എന്താണ്? ഇത് ലോക ജലദിനമാണ്. ഇനി അടുത്തത് കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ ലോക കാലാവസ്ഥാ ദിനമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന മാർച്ച് 23 എന്ന് പറയുന്നത്. ഇതിൽ ലോക ജലദിനത്തിന്റെ തീം എന്ന് പറയുന്നത് വാട്ടർ ഫോർ പീസ് എന്നാണ്. എന്നതാണ് ഈ ഒരു ലോക ജലദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഇനി കാലാവസ്ഥാ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ എന്നാണ്. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ്. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് മാർച്ച് 23-ാം തീയതി 2024 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. അതിന്റെ മലയാളം ഓർക്കുക, കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം. അതിനുശേഷം നമുക്ക് അടുത്ത 3ഓളം തീയതികൾ ഇനി ബാക്കിയുണ്ട്, അതിലേക്ക് വരാം. 2024
ഫെബ്രുവരി 2-ാം തീയതി ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചപ്പോൾ അവിടുത്തെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ തണ്ണീർത്തടങ്ങളും മനുഷ്യ ക്ഷേമവുമാണെന്ന കാര്യം ഓർക്കുക. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നാണ്. മാർച്ച് 8-ാം തീയതി അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിച്ചപ്പോൾ സ്ത്രീപക്ഷ നിക്ഷേപം അതിവേഗ പുരോഗതി എന്നതാണ് തീം. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് തീം. മാർച്ച് 15-ാം തീയതി ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിച്ചപ്പോൾ അവിടെ തീം എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI എന്നാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെങ്കിലും ഓർത്തിരിക്കുക. ഇനി മാർച്ച് 22-ാം തീയതി ലോക ജലദിനമായി ആചരിച്ചപ്പോൾ വാട്ടർ ഫോർ പീസ് എന്ന് ഓർത്തിരിക്കുക. മാർച്ച് 23-ാം തീയതി ലോക കാലാവസ്ഥാ ദിനമായി ആചരിച്ചപ്പോൾ കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നതാണ് 2024 മാർച്ച് 23-ാം തീയതി ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന കാര്യം ഓർക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഏപ്രിൽ മാസം 7-ാം തീയതി ലോകാരോഗ്യ ദിനമായിട്ട് ആചരിച്ചപ്പോൾ അവിടെ 2024 തീം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ്. എന്താണ് ഏപ്രിൽ 7-ാം തീയതി ലോകാരോഗ്യ ദിനം. അന്നത്തെ തീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഏപ്രിൽ 22-ാം തീയതി PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു തീയതിയാണ് ഏപ്രിൽ 22-ാം തീയതി. അത് ലോക ഭൗമദിനമാണ്. ലോക ഭൗമദിനമായിട്ട് 2024 ഏപ്രിൽ 22-ാം തീയതി ആചരിച്ചപ്പോൾ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നതായിരുന്നു അവിടെ തീം. എന്താണ് പ്ലാനറ്റ് വേഴ്സ് പ്ലാസ്റ്റിക്സ് എന്നതായിരുന്നു തീം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2024 ലോക ഭൗമദിനത്തിന്റെ തീം ചോദിച്ചാൽ പ്ലാനറ്റ് വേഴ്സ് പ്ലാസ്റ്റിക് എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി PSCക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു തീയതിയാണ് മെയ് മാസം 22-ാം തീയതി. മെയ് മാസം 22-ാം തീയതിയുടെ പ്രത്യേകത അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. എന്താണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2024 തീം എന്ന് പറയുന്നത് പദ്ധതിയുടെ ഭാഗമാകൂ എന്നാണ്. ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്നാണ്. പദ്ധതിയുടെ ഭാഗമാകൂ എന്നാണ് തീം. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2024 മെയ് 22-ാം തീയതി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിച്ചപ്പോൾ ആ തീയതിയും ആ ദിനവും എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. പ്രമേയം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, പദ്ധതിയുടെ ഭാഗമാകൂ. ഇതുപോലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിനമാണ് ജൂൺ 5-ാം തീയതി. നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഈ ദിനം വളരെ നമുക്ക് സന്തോഷകരം നൽകുന്ന ദിനമായിരുന്നു. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം എന്ന് ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം 2024 പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. ലാൻഡ് റീസ്റ്റോറേഷൻ, ഡീസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രഫ് റീസൈലൻസ് എന്നതാണ് 2024 ജൂൺ 5-ാം തീയതി വേൾഡ് എൻവിറോൺമെന്റ് ഡേയുടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് 2024 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് നമ്മുടെ സൗദി അറേബ്യയാണ് ചോദിക്കും. അപ്പൊ 2024 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ സൗദി അറേബ്യയാണ്. അപ്പൊ ഇതിനു മുമ്പ് 2023-22 ആരൊക്കെയാണെന്ന് സ്വയം നിങ്ങൾ കണ്ടെത്തണം. അതൊക്കെ ചോദിക്കും. അപ്പോൾ ജൂൺ 5-ാം തീയതി ഞാനിപ്പോൾ 2024 തീമാണ് പഠിപ്പിച്ചത്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ 2024 നമ്മൾ പഠിച്ചു. 23-ഉം 22-ഉം നോക്കി വെക്കണം. ഇനി മെയ് 22-ാം തീയതി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. പദ്ധതിയുടെ ഭാഗമാകൂ എന്നതായിരുന്നു തീം. ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് തീം. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട 2024 പ്രമേയങ്ങളാണ്. ഫെബ്രുവരി 2-ാം തീയതി മനസ്സിൽ വന്നിട്ടുണ്ടാകും. ലോക തണ്ണീർത്തട ദിനമാണ്. അന്നത്തെ തീം എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവുമാണ്. മാർച്ച് 8-ാം തീയതി മനസ്സിൽ എത്തിയിട്ടുണ്ടാകും. അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. സ്ത്രീപക്ഷ നിക്ഷേപം അതിവേഗ പുരോഗതി എന്നാണ് തീമായിട്ട് വന്നത്. മാർച്ച് 15 മനസ്സിൽ വന്നിട്ടുണ്ടാകും. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ടോപ്പിക് തന്നെയാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ്. ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI. ആ AI എന്നെങ്കിലും ഓർക്കുക. AI എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇനി അടുത്തത് മാർച്ച് 22 എന്താണ്? നമ്മുടെ ലോക ജലദിനമാണ്. ലോക ജലദിനമാണ് മാർച്ച് 25. വാട്ടർ ഫോർ പീസ് എന്നായിരുന്നു തീം. മാർച്ച് 23 എന്താണ്? ലോക കാലാവസ്ഥാ ദിനമാണ്. കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ എന്നതായിരുന്നു തീമായിട്ട് വന്നത്. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ, കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ.
ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്. പ്ലാനറ്റ് വേഴ്സ് പ്ലാസ്റ്റിക്സ് എന്നതായിരുന്നു തീം. ഇനി മെയ് 22 അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനമാണ്. പദ്ധതിയുടെ ഭാഗമാകൂ എന്നതായിരുന്നു തീം. ജൂൺ 5 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമാണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതായിരുന്നു തീം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 2024 അന്താരാഷ്ട്ര പരിസ്ഥിതിത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ ഉത്തരം സൗദി അറേബ്യയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. പറഞ്ഞതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക. ഒപ്പം ഞാൻ പറഞ്ഞു 2024 പ്രമേയങ്ങളാണ് പഠിച്ചത്. ഒപ്പം 2023, 22 കൂടി കൂട്ടിച്ചേർത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും, ഒരു റിവിഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഗുണപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലാസ്, ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം പഠിക്കുക. നല്ലോണം പഠിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.